അതിനകത്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പലരും ഇന്നല്ലാട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചില നേതാക്കൾ ഈ ആവശ്യം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയാണെങ്കിലും KPCC പ്രസിഡന്റായിട്ടുള്ള ശ്രീ മുരളീധരനാണെങ്കിലും ഇന്നിപ്പോൾ ശ്രീ VM സുധീരൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടു. കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അടിയന്തരമായി ഇദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം MLA സ്ഥാനത്ത് തുടരാൻ വേണ്ടി പാടില്ല. കോൺഗ്രസ് അദ്ദേഹത്തോട് MLA സ്ഥാനത്ത് നിന്ന് രാജി ആവശ്യപ്പെടണം എന്നടക്കമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കോൺഗ്രസിനകത്തെ ഒരു ശതമാനം ആളുകൾ, കോൺഗ്രസിനകത്ത് പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ഈ ഘട്ടത്തിലും ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നേരത്തെ സജീവൻ സാർ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഇവർ ആരെയാണ് ഭയക്കുന്നത്? ഈ ക്രിമിനലിനെതിരെ, ഈ പെർവേർട്ടിനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന് ഇദ്ദേഹത്തെ എടുത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്തു കളയുന്നത്, പാലക്കാട്ടെ ജനങ്ങളുടെ ശിരസിൽ നിന്നും ഈ വെടിപ്പിനെ എടുത്ത് ദൂരെ കളയുന്നതിൽ നിന്ന് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആരാണ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വലിയ ചോദ്യം, പ്രസക്തിയാർന്ന ചോദ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുൻപിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ KPCCക്ക് മുൻപിലേക്ക് ഒരു പരാതി കിട്ടി. ആ പരാതി DGPക്ക് കൈമാറി. ഇത്രമേൽ മഹത്തരമായ ഇടപെടൽ നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനം വേറെ ഏതുണ്ട് എന്ന നിലയിലാണ് കോൺഗ്രസിന്റെ നേതൃത്വമാകി ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ തുടർച്ചയിൽ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യാനിരിക്കുന്ന കോൺഗ്രസിന്റെ സഹയാത്രികനായിട്ടുള്ള ശ്രീകുമാർ സാർ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ആവേശത്തോടെ ആ അഭിപ്രായ പ്രകടനമായിരിക്കും നടത്തുക എന്നുള്ളതിലും തർക്കമില്ല. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ചില ഗൗരവപ്പെട്ട വസ്തുതകളുണ്ട്. ഒന്ന്, ഇപ്പോൾ നേരത്തെ സജീവൻ സാർ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ കുറച്ചു മുൻപ് കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന ശ്രീമതി ഷഹനാസ് അവർ നടത്തിയിട്ടുള്ള പ്രതികരണമുണ്ട്. അവർ ഫേസ്ബുക്കിലും തുടർന്ന് മാധ്യമങ്ങളോടും നടത്തിയിട്ടുള്ള പ്രതികരണം, ആ പ്രതികരണത്തിൽ അവർ സൂചിപ്പിക്കുകയാണ്, ഈ ഘട്ടത്തിലൊന്നല്ല കേട്ടോ, ഇദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ ഇറങ്ങി പുറപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഇവർ സൂചിപ്പിച്ചിരുന്നു, ചെയ്യരുത്, യുവതികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ കടന്നു വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച വ്യക്തമായ ബോധ്യത്തിന്റെ പുറത്ത് ഷാഫി പറമ്പിലിനോട് ഇത് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ഇന്ന് അവർ തൊട്ടു മുൻപ് മറ്റൊരു ചാനൽ സംവാദത്തിനകത്ത് പറയുന്നത് ഞാൻ കേട്ടു, എത്രയോ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഉൾപ്പെടെ പ്രവർത്തകരായിട്ടുള്ള പെൺകുട്ടികൾക്ക് സമാനമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്. അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിനാകെ അറിയുന്ന കാര്യമാണ്. നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ ഷാഫിയുടെ മുൻപിലേക്ക് അവർ തന്നെ ഈ വിഷയങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരു നിലയ്ക്കുള്ള നടപടിയും ആ ഘട്ടം മുതൽ ഈ ഘട്ടം വരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇയാളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ MP ആയിട്ടുള്ള കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം നമ്മുടെ മുൻപിലുണ്ട്. എൻ്റെ കയ്യിൽ ഇവന്റെ മുഴുവൻ തോന്നിവാസമുണ്ട്, എൻ്റെ നേരെ സൈബർ അറ്റാക്കുമായിട്ട് വന്നാൽ പത്രസമ്മേളനം നടത്തി ഇത് മുഴുവൻ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇടുമെന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു MPക്ക് അറിയാം. ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഏർപ്പാടുകൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇത് ബോധ്യമുണ്ടായിട്ട് കോൺഗ്രസ് നടപടി എടുത്തിട്ടുണ്ട്. ബഹുമാന്യനായിട്ടുള്ള രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചു, നിരവധിയായിട്ടുള്ള പരാതികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ മുൻപിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. എന്തെങ്കിലും നിലയ്ക്കുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവർ തയ്യാറായിട്ടുണ്ടോ? 3 മാസം മുൻപ് ദ വീക്ക് മാഗസിൻ അവരുടെ വീക്ക് മാഗസിനകത്ത് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിനകത്ത് ഉള്ള പരാമർശം, കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള മുൻ MP ആയിട്ടുള്ള ഒരാളുടെ കുടുംബാംഗത്തിന് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്രമേൽ ഹീനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അവർ AICC നേതൃത്വത്തെ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി സമീപിച്ചിരുന്നു എന്നുള്ളത്. എന്തെങ്കിലും നടപടി കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഏത് ഘട്ടത്തിലാണ് ഇവർ നടപടി സ്വീകരിക്കാൻ? ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ മുൻപിലേക്ക് നാളുകൾക്ക് മുൻപ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി ആയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പാലക്കാട് ബൈ ഇലക്ഷനിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ VD സതീശന്റെ മുൻപിലേക്ക് പരാതി ഇദ്ദേഹത്തിന്റെ സമീപനവുമായി ബന്ധപ്പെട്ട് എത്തിച്ചിട്ടുണ്ട് എന്ന് മുൻ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്ന് പറഞ്ഞതിന്റെ അനുഭവം നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ, തിരുത്തൽ വരുത്താൻ ഇവർ തയ്യാറായിട്ടുണ്ടായിരുന്നു? ഇല്ല. കേരളത്തിലെ പൊതുസമൂഹം ഒരു പരാതിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകളുടെ രൂപത്തിൽ അറിയുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം കോൺഗ്രസിന്റെ നേതാക്കളിൽ പലർക്കും അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന സമീപനം എടുത്തില്ല, വഷളാവുന്നത് വരെ കാത്തുനിന്നു.